ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതു ജയന്റെ വീട് നാട്ടുകാർ തല്ലി തകർത്തു. പോലീസ് എത്തി നാട്ടുകാരെ വിരട്ടിയോടിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഒരു കുടുംബത്തിലെ 3 പേരുടെ ജീവൻ ആണ് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം അത്തരത്തിൽ തന്നെ പ്രകോപിതരായിരിക്കും. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്വാതി, കഴിഞ്ഞ ദിവസം ഈ ഋതു ജയനെ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഈ കൊലപാതകം നടന്ന ശേഷം ഋതു ജയനെതിരെ കടുത്ത ആരോപണങ്ങളും ഒപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങളുമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് ഇന്ന് ആ പ്രതിഷേധവും അമർഷവും എല്ലാം അതിന്റെ വലിയ മൂർധന്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാട്ടുകാരായ ഏതാനും ചില ആളുകൾ ചേർന്നുകൊണ്ട് ഋതു ജയന്റെ വീട് തല്ലി തകർത്തിരിക്കുകയാണ്. രാത്രി 9 മണിയോടുകൂടിയാണ് ഋതു ജയന്റെ വീട് തല്ലി തകർത്തത്. ഇയാളുടെ വീട്ടിൽ താമസക്കാരും തന്നെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം അയാളുടെ അച്ഛനും അമ്മയുമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ആക്രമിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ വീട് പൂർണ്ണമായും തല്ലി തകർത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകാരെ പോലീസുകാരെത്തി പിന്നീട് വിരട്ടി ഓടിക്കുകയായിരുന്നു. എന്തായാലും സ്ഥലത്ത് ഇപ്പോൾ വലിയ പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നാട്ടുകാർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ആ വീട് തല്ലി തകർത്തെങ്കിലും ഇപ്പോഴും കടുത്ത അമർഷത്തിലാണ്. നാളെ ഋതു ജയനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. ആ സമയത്ത് ഇയാളെ തെളിവെടുപ്പിനായി കൊണ്ടുവരേണ്ടതുണ്ട്. വലിയ ബന്ധോബസ്തിൽ തന്നെ ഇയാളെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. കാരണം വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനെ ഒരു തെളിവാണ് ഇപ്പോൾ ഇയാളുടെ വീട് കൂടി തല്ലി തകർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കാവൽ ശക്തമാക്കിയിരിക്കുകയാണ്. സ്വാതി. ശരി സഹിൻ, ഋതു ജയന്റെ വീടാണ് നാട്ടുകാർ തല്ലി തകർക്കാനായിട്ട് ശ്രമിച്ചത്. പോലീസ് അവരെ വിരട്ടി ഓടിച്ചിട്ടുണ്ട്. സ്ഥലത്ത് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് പോലീസ്.